ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് ഖാദി ബോർഡ് പ്രിലിംസിന്റെ 5ാമത്തെ സ്റ്റേജ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ കോഡ് ബി ആണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തതേത്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ പേടി സ്വപ്നങ്ങൾ, ഓപ്ഷൻ ബി കൈമുദ്രകൾ, ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ, ഓപ്ഷൻ ഡി അടയാളങ്ങൾ. ഇതിൽ സേതുവിന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ എന്നത് ആരുടേതാണ്? പി വത്സലയുടെ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. മൂന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ടി.കെ. മാധവൻ. അടുത്തത് നാലാമത്തെ ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. നാലാമത്തെ പ്രസ്താവന, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഇതിൽ വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഇതിൽ പെടാത്തത് വരുന്നത് പ്രസ്താവന 3 മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതാണ്, അത് തെറ്റാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 3 മാത്രം. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയിൽ ഉത്തരം ഓപ്ഷൻ എ 3 മാത്രം. മൂന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. അതങ്ങനെ പറഞ്ഞത് ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ആണ്. ബാക്കി ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം സ്ഥാപിച്ചു. ഇതെല്ലാം വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി യു ഷറഫ് അലി. യു ഷറഫ് അലിയാണ് നിലവിലെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്. എട്ടാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തതേത്? ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ രംഭ LP, ഓപ്ഷൻ ബി ഷേപ്പ്, ഓപ്ഷൻ സി ചേസ്റ്റേ, ഓപ്ഷൻ ഡി ഇൽസ. ഈ തന്നിരിക്കുന്നതിൽ ചന്ദ്രയാൻ 3ന്റെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഷേപ്പ്. അടുത്തത് 9ാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി പി വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സല. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ SK വസന്തൻ. അടുത്തത് 10ാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളം ഇന്നലെ ഇന്ന് നാളെ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആരാണ്? EMS ആണ്. അടുത്തത് 11ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്?
ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമേത്? ഉത്തരം ഓപ്ഷൻ എ 1853. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. അടുത്തത് 12ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ചാറിയ. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ചോദ്യം. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏത്? 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാലയുടെ നിർമ്മാണം ആരുടെ സഹായത്തോടു കൂടിയാണ്? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത്. അടുത്തത് 14ാമത്തെ ചോദ്യം. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. അടുത്തത് 15ാമത്തെ ചോദ്യം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത 3. 16ാമത്തെ ചോദ്യം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത്? ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. 17ാമത്തെ ചോദ്യം. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകനാര്? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകനാര്? ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. 18ാമത്തെ ചോദ്യം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തതേത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തതേത്? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ പുനഃസ്ഥാപന ശേഷി ഉണ്ട്. ഓപ്ഷൻ ബി ചെലവ് കുറവാണ്. ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇതിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. ബാക്കി പുനഃസ്ഥാപന ശേഷി ഉണ്ട്, അത് ശരിയാണ്. ചെലവ് കുറവാണ്, അത് ശരിയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതും ശരിയാണ്. അടുത്തത് 19ാമത്തെ ചോദ്യം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി. 20ാമത്തെ ചോദ്യം. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളേവ? പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളേവ? പ്രസ്താവനകളാണ് പറയുന്നത്. 1ാമത്തെ പ്രസ്താവന കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. 2ാമത്തെ പ്രസ്താവന ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. 3ാമത്തെ പ്രസ്താവന താരതമ്യേന വീതി കൂടുതൽ. 4ാമത്തെ പ്രസ്താവന അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീര സമതലം. ഇതിൽ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ബന്ധമില്ലാത്തത് 2ഉം 3ഉം ആണ്. അതായത് ഓപ്ഷൻ ബി 2, 3. പ്രസ്താവനകൾ ഇതൊക്കെയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, അത് തെറ്റായ പ്രസ്താവനയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീര സമതലത്തിലാണ്. 3ാമത്തെ പ്രസ്താവന ഇതാണ്, താരതമ്യേന വീതി കൂടുതൽ. അതും പടിഞ്ഞാറൻ തീര സമതലത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ്. താരതമ്യേന വീതി കൂടുതലുള്ളത് കിഴക്കൻ തീര സമതലത്തിനാണ്. ഇപ്പൊ ബന്ധമില്ലാത്തത് 2ഉം 3ഉം, ഓപ്ഷൻ ബി. അടുത്തത് 21ാമത്തെ ചോദ്യം. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര്? ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. 22ാമത്തെ ചോദ്യം. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. 23ാമത്തെ ചോദ്യം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 3:2. 24ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്?
ഉത്തരം ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12. 25-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമവും വിവരാവകാശ കമ്മീഷനും ദേശീയ വിവരാവകാശ കമ്മീഷനും നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. 26-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 21. 27-ാമത്തെ ചോദ്യം, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ഏത് ലിപിയിലാണ് ദേശീയ മുദ്രയിൽ എഴുതിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ദേവനാഗരി. 78-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കടുവ. 29-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം 21A. 30-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഉത്തരം ഓപ്ഷൻ ബി ഭാഗം 4A. 31-ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1919. 32-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. 33-ാമത്തെ ചോദ്യം, സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. 34-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഭക്രാനങ്കൽ. 35-ാമത്തെ ചോദ്യം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ റൗലറ്റ് ആക്ട്. 36-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി. 37-ാമത്തെ ചോദ്യം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി PT ഉഷ. 38-ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ 2017. 39-ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി പാമ്പാർ. 40-ാമത്തെ ചോദ്യം, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴ. 41-ാമത്തെ ചോദ്യം,
2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആര്? 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആര്? ഉത്തരം ഓപ്ഷൻ ബി നഞ്ചിയമ്മ. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. 43ാമത്തെ ചോദ്യം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇരവികുളം. 44ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട് കായൽ. 45ാമത്തെ ചോദ്യം, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. 46ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി. 47ാമത്തെ ചോദ്യം, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി അരുവിപ്പുറം. 48ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 49ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ 1924. അടുത്തത് 50ാമത്തെ ചോദ്യമാണ്, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അരയ സമാജം. 51ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ. 52ാമത്തെ ചോദ്യം, പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി കെ കേളപ്പൻ. 53ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? ഉത്തരം ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. 54ാമത്തെ ചോദ്യം, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഉത്തരം ഓപ്ഷൻ എ പാരീസ്. 55ാമത്തെ ചോദ്യം, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി വി.ടി. ഭട്ടതിരിപ്പാട്. 56ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 57ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ എ രാമനമ്പി. 58ാമത്തെ ചോദ്യം, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആര്? ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. 59ാമത്തെ ചോദ്യം, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്?
2024 G20 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ. 60ാമത്തെ ചോദ്യം, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏത്? അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏത്? ഉത്തരം ഓപ്ഷൻ എ വിശ്വഭാരതി. 61ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ജീവകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. 1ാമത്തെ പ്രസ്താവന, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. 1ാമത്തെ പ്രസ്താവന, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. അടുത്ത 2ാമത്തെ പ്രസ്താവന, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. 3ാമത്തെ പ്രസ്താവന, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. 4ാമത്തെ പ്രസ്താവന, മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ഇതില് തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ 2 മാത്രം, ഓപ്ഷൻ സി 2 മാത്രം. 2ാമത്തെ പ്രസ്താവന ഇതാണ്, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ എന്നതാണ് തെറ്റായ പ്രസ്താവന. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. 62ാമത്തെ ചോദ്യം, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന. 63ാമത്തെ ചോദ്യം, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ സ്നേഹസ്പർശം. 64ാമത്തെ ചോദ്യം, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലും. 65ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത്? ഉത്തരം ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. എന്നാൽ ഓപ്ഷനിൽ സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയ ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കസ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഇവ രണ്ടും ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളാണ്. അപ്പോൾ അത് പ്രൊഫഷണൽ വരുമ്പോൾ നമുക്ക് നോക്കാം ആൻസർ. അടുത്തത് 66ാമത്തെ ചോദ്യം, വനവിഭവം അല്ലാത്തത് ഏത്? വനവിഭവം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: പശ, കോലരക്ക്, തേൻ, മണ്ണെണ്ണ. ഇതിൽ വനവിഭവം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മണ്ണെണ്ണ. 67ാമത്തെ ചോദ്യം, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. ഉത്തരം ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ്. 68ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. 69ാമത്തെ ചോദ്യം, ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ഉത്തരം ഓപ്ഷൻ എ 7. 70ാമത്തെ ചോദ്യം, പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി. 71ാമത്തെ ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക്. 72ാമത്തെ ചോദ്യം, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ 18.
73-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതേത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ജ്വലനത്തിന്, ഓപ്ഷൻ ബി റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, ഓപ്ഷൻ സി കൃത്രിമ ശ്വസനത്തിന്, ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഈ പറഞ്ഞതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. 74-ാമത്തെ ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏത്? ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏത്? ഉത്തരം ഓപ്ഷൻ ബി കാർമോയിസിൻ. ഓപ്ഷൻ ബി കാർമോയിസിൻ ആണ് ചുവപ്പ് നിറം നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തു. 75-ാമത്തെ ചോദ്യം, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഉത്തരം ഓപ്ഷൻ സി റുദർഫോർഡ്. 76-ാമത്തെ ചോദ്യം, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. 77-ാമത്തെ ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ഡി അപവർത്തനം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ഓപ്ഷൻ ഡി അപവർത്തനം. 78-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തതേത്? ചുവടെ നൽകിയിരിക്കുന്നതിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ചാലനം, സംവഹനം, ബാഷ്പീകരണം, വികിരണം. ഇതിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ബാഷ്പീകരണം. 79-ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് വായിക്കാം. 1 കാറ്റ്, 2 തിരമാല, 3 പെട്രോൾ, 4 കൽക്കരി. ഇതിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം കാറ്റ്, തിരമാല. അതായത് ഓപ്ഷൻ എ 1, 2. തന്നിരിക്കുന്നതിൽ കാറ്റ്, തിരമാലയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. 80-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഓപ്ഷൻ ബി ഭ്രമണചലനം. 81-ാമത്തെ ചോദ്യം, അടുത്ത മാത്സ് ആണ്. 81-ാമത്തെ ചോദ്യം, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ 56. 82-ാമത്തെ ചോദ്യം, ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156-ഉം അംശബന്ധം 5:7 എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? ഒന്നുകൂടി വായിക്കാം. ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156-ഉം അംശബന്ധം 5:7 എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? ഉത്തരം ഓപ്ഷൻ ബി 26. 83-ാമത്തെ ചോദ്യം, വീട്ടിൽ നിന്നും രാമു 3 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും. എങ്കിൽ രാമുവിന്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണ്? വീട്ടിൽ നിന്നും രാമു 3 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും. എങ്കിൽ രാമുവിന്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണ്? ഉത്തരം ഓപ്ഷൻ സി 8 കിലോമീറ്റർ. 84-ാമത്തെ ചോദ്യം, 5821-ൽ എത്ര നൂറുകളുണ്ട്? 5821-ൽ എത്ര നൂറുകളുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി 58. 85-ാമത്തെ ചോദ്യം, 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്ര? 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ 1875. 1875. 86-ാമത്തെ ചോദ്യം,
5 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 75 സെന്റിമീറ്റർ? 5 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 75 സെന്റിമീറ്റർ? ഉത്തരം ഓപ്ഷൻ സി 15%. 87ാമത്തെ ചോദ്യം. 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. ഒരേ പ്രായമുള്ള 2 പേർ കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 38 ആയി. എന്നാൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്ര? 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. ഒരേ പ്രായമുള്ള 2 പേര് കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 38 ആയി. എന്നാൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 48. അടുത്ത 88ാമത്തെ ചോദ്യം ക്രിയയായിരുന്നു. 32 the whole raised to minus 1/5 മൈനസ് 27 the whole raised to minus 2/3. ആൻസർ എത്ര എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 7/18. 89ാമത്തെ ചോദ്യം. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര? ക്വസ്റ്റ്യൻ ഒന്നുകൂടി. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര രൂപയാണ്? ഉത്തരം ഓപ്ഷൻ എ 70. 90ാമത്തെ ചോദ്യം. മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു. 5 മിനിറ്റ് വിശ്രമിച്ചതിനു ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി. മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു. 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 10 മീറ്റർ. 91ാമത്തെ ചോദ്യം വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കാനാണ്. സംഖ്യകൾ ഇതൊക്കെയാണ്: 2-1, 4-1, 16-1, അടുത്ത ഡാഷ്. ഇവിടെയാണ് പൂരിപ്പിക്കേണ്ടത്. അടുത്ത സംഖ്യ 65,536, 6-1. ഇതിൽ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക എന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി 1/256. 1/256 ഉത്തരം. 92ാമത്തെ ചോദ്യം. രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി. 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2,500 രൂപ ചെലവാക്കി പെയിന്റ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി, 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2,500 രൂപ ചെലവാക്കി പെയിന്റ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? ഉത്തരം ഓപ്ഷൻ എ 16,200. 93ാമത്തെ ചോദ്യം. ഒരു ഓട്ടക്കാരന്റെ വേഗത 15 സെക്കൻഡിൽ 180 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു ഓട്ടക്കാരന്റെ വേഗത 15 സെക്കൻഡിൽ 180 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം ഓപ്ഷൻ ഡി 36. 94ാമത്തെ ചോദ്യം. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഉത്തരം ഓപ്ഷൻ ബി 44%. 95ാമത്തെ ചോദ്യം. ഷാജി, ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്ര? ഒന്നുകൂടി ക്വസ്റ്റ്യൻ. ഷാജി, ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു.
എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്ര? ഉത്തരം ഓപ്ഷൻ സി 5040. 96-ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തതേത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 15/5. അടുത്ത ഓപ്ഷൻ ബി 15/5 + 5. അടുത്തത് ഓപ്ഷൻ സി 15/5 + 5. അടുത്ത ഓപ്ഷൻ ഡി 15/5 - 5. ഈ തന്നിരിക്കുന്നതിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏതെന്നാണ് ഉത്തരം. ഉത്തരം ഓപ്ഷൻ ബി 15/5 + 5. അടുത്തത് 97-ാമത്തെ ചോദ്യം, 154/2 വില കണ്ടുപിടിക്കുന്നതിന് 153/2 വിലയോട് എത്ര കൂട്ടണം? 154/2 വില കണ്ടുപിടിക്കുന്നതിന് 153/2 വിലയോട് എത്ര കൂട്ടണം? ഉത്തരം ഓപ്ഷൻ ബി 153 + 154. ഓപ്ഷൻ ബി 153 + 154. 98-ാമത്തെ ചോദ്യം, ഷാജി ഒരു നോവലിന്റെ 9/2 ഭാഗം ശനിയാഴ്ച വായിച്ചു. ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം ഞായറാഴ്ചയും വായിച്ചു. ബാക്കിയുള്ള 160 പേജ് തിങ്കളാഴ്ചയും വായിച്ചു. നോവലിൽ എത്ര പേജുകളുണ്ട്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഷാജി ഒരു നോവലിന്റെ 9/2 ഭാഗം ശനിയാഴ്ച വായിച്ചു. ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു. ബാക്കിയുള്ള 160 പേജ് തിങ്കളാഴ്ചയും വായിച്ചു. നോവലിൽ എത്ര പേജ് ഉണ്ട്? ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഓപ്ഷൻസ് ഒന്ന് പറയാം. ഓപ്ഷൻ എ 540, ഓപ്ഷൻ ബി 360, ഓപ്ഷൻ സി 216, ഓപ്ഷൻ ഡി 284. ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അടുത്തത് 99-ാമത്തെ ചോദ്യം, 12.5% 12/2 പകുതിയുടെ ദശാംശ രൂപം എഴുതുക. 12/2 പകുതിയുടെ ദശാംശ രൂപം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ 0.0625. ഓപ്ഷൻ എ 0.0625. ലാസ്റ്റ് 100-ാമത്തെ ചോദ്യം, അതൊരു കണക്കാണ്. 9 ഭാഗം 0.9 ഇൻറ്റു 9 ഭാഗം 0.9. ഉത്തരം എത്രയെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി 100. അങ്ങനെ 100 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നടന്ന ഖാദി ബോർഡ് പ്രിലിംസിന്റെ അവസാനത്തെ സ്റ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നിങ്ങളുടെ മാർക്കുകൾ, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്കുകൾ കമന്റ് ചെയ്യുക.